നമസ്കാരം, ഞാൻ സുലൈമാൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് MTVlogലാണ്. MTVlogൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഏകദേശം ഒരു കണക്ക് ഞാനിവിടെ കാണിക്കാം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി അല്ലെങ്കിൽ ഗവൺമെൻറ് KSEB തരുന്ന വൈദ്യുതി ടെലസ്കോപ്പിക് ആൻഡ് നോൺ ടെലസ്കോപ്പിക് രണ്ട് താരിഫാണ് നമുക്ക് തരുന്നത്. ഞാനിവിടെ പറയുന്നത് ടെലസ്കോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. നമ്മൾ ഓരോരുത്തരും നമുക്ക് ബില്ല് വീട്ടിൽ വരുന്ന ബില്ല് ബൈ മന്ത്ലിയാണ്. 2 മാസം കൂടുമ്പോഴാണ് നമുക്ക് ബില്ല് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ബില്ലിങ്ങിൻ്റെ ഏകദേശം ഒരു കണക്ക് ഞാനിവിടെ പറയാം. നോക്കാം, ഇവിടെ കാണിച്ചിട്ടുണ്ട് 50 യൂണിറ്റ് വൈദ്യുതി, അതായത് ബൈ മന്ത്ലി 2 മാസത്തേക്ക് 50 യൂണിറ്റ് വൈദ്യുതി ആണെങ്കിൽ 50 യൂണിറ്റ് 50 × 290, അതായത് 145 രൂപയാണ് നമുക്ക് ബില്ലിംഗ് വരിക. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. 100 യൂണിറ്റ് വൈദ്യുതി ആണെങ്കിൽ ബില്ലിംഗ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ 50 യൂണിറ്റിന് 145 രൂപ, രണ്ടാമത്തെ 50 യൂണിറ്റിന് 170 രൂപ, ടോട്ടൽ 100 യൂണിറ്റിന് 315 രൂപയാണ് വരുന്നത്. ഇനി മറ്റൊരു കണക്ക് നോക്കാം. 150 യൂണിറ്റിൻ്റെ കണക്ക്. 150 യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 50 യൂണിറ്റിന് 290, ഒന്നും കൂടെ ആദ്യത്തെ 50 യൂണിറ്റിന് 290 വെച്ച് 145 രൂപ, രണ്ടാമത്തെ 50 യൂണിറ്റിന് 340 വെച്ച് 170 രൂപ, മൂന്നാമത്തെ 50 യൂണിറ്റിന് 450 വെച്ച് 225 രൂപ. ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്നത് 540 രൂപയാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് 240 യൂണിറ്റ് വരെ ബൈ മന്ത്ലി 240 യൂണിറ്റ് വരെ ഗവൺമെൻറ് സബ്സിഡി തരുന്നുണ്ട്, അല്ലെങ്കിൽ KSEB സബ്സിഡി തരുന്നുണ്ട്. അപ്പോൾ 241 യൂണിറ്റ് ആയാൽ, ഒരു യൂണിറ്റ് മാറിയാൽ അതിനുള്ള ആ ഒരു യൂണിറ്റിൻ്റെ മാറ്റം നമുക്കൊന്ന് നോക്കാം. 240 ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ 50 യൂണിറ്റിന് 145 രൂപ, രണ്ടാമത്തെ 50 യൂണിറ്റിന് 170 രൂപ, മൂന്നാമത്തെ 50 യൂണിറ്റിന് 225, നാലാമത്തത് 50 യൂണിറ്റിന് 305 രൂപ. 240 ആണ് നമ്മളെ താരിഫ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 40 യൂണിറ്റ് 40 × 7 30, 292 രൂപ. നമുക്കറിയാം ഓരോന്നിൻ്റെയും 50 യൂണിറ്റ് 145 രൂപ, അടുത്ത 50 യൂണിറ്റ് 170 രൂപ, അടുത്ത 50 യൂണിറ്റ് 225 രൂപ, അടുത്ത 50 യൂണിറ്റ് 305 രൂപ, അടുത്ത 40 യൂണിറ്റിന് 292 രൂപ. നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ടോട്ടൽ 1137 രൂപയാണ്. നമുക്ക് ശരിയായ ബില്ല് വരുന്നത്, KSEB നമുക്ക് ബില്ല് തരുന്നത് 845 രൂപയാണ് നമുക്ക് ബില്ല് വരിക. നമുക്കറിയാം 1137 രൂപ ടോട്ടൽ ബില്ല് വന്നു യൂണിറ്റ് അനുസരിച്ച്. പക്ഷേ നമുക്ക് KSEB ബില്ല് തരുന്നത് 845 രൂപയാണ്. ഇവിടെ ഏകദേശം 196 രൂപ, 196 രൂപയോളം നമുക്ക് സബ്സിഡി ഗവൺമെൻറ് തരുന്നുണ്ട്. 241 യൂണിറ്റ് ആയാൽ മാറുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ വരുന്നത് 1144 രൂപ 30 പൈസയാണ്. 1144 രൂപ 30 പൈസയാണ് ഓരോ യൂണിറ്റിനും. ആദ്യത്തെ 50 യൂണിറ്റിന് ഇത്ര, അടുത്ത 50 യൂണിറ്റിന്, അടുത്ത 50 യൂണിറ്റ്, അങ്ങനെ ഈ 41 യൂണിറ്റ്. നമുക്കറിയാം നേരത്തെ 40 യൂണിറ്റ് ആയപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുന്നു, 196 രൂപ നമുക്ക് ഗവൺമെൻറ് സബ്സിഡി തന്നു. ഇവിടെ സബ്സിഡി ഇല്ല. നേരത്തെ നമുക്കറിയാം 843 രൂപ നമുക്ക് സബ്സിഡി 240 യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴേ 241 യൂണിറ്റ് ആകുമ്പോൾ ഏകദേശം 1144 രൂപ 30 പൈസ ഇത്രയും വന്നിട്ടുണ്ട്. ഇവിടെ സബ്സിഡി ഗവൺമെൻറ് തരുന്നില്ല. അപ്പം ഒരു യൂണിറ്റിൻ്റെ വില നമുക്ക് നോക്കാം. ഒരു യൂണിറ്റിൻ്റെ വിലയാണ് നമ്മൾ ഇത്രയും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. മറ്റൊരു കണക്കും കൂടെ നമുക്കറിയാം. ടെലസ്കോപ്പിക് താരിഫ് എന്ന് പറയുന്നത് ബൈ മന്ത്ലി 250 യൂണിറ്റ് വരെയാണ്. അതുകൊണ്ട് 250 യൂണിറ്റ് വരെ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് കണക്കാക്കുന്നത്. 251 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ നോക്കാം. 251 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 50-ന് 290, രണ്ടാമത്തെ 50-ന് 340, അങ്ങനെയൊന്നുമില്ല. ഓരോ യൂണിറ്റിനും 550 വെച്ച് കണക്കാക്കുകയും അതിൻ്റെ ഫലമായിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1380 രൂപയാണ്. 1380 രൂപ മനസ്സിലാക്കണം. ഇവിടെ 250 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ ബൈ മന്ത്ലിയാണ്. ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കേരളത്തിൽ 85 ലക്ഷോളം വീടുകളിൽ ഇങ്ങനെ ഓരോ 0.1 യൂണിറ്റ് ലാഭിക്കുമ്പോഴും ഏകദേശം നമുക്കറിയാം ഇടുക്കിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് തന്നെ നമുക്ക് ലാഭിക്കാൻ കഴിയും. നമ്മൾ വാങ്ങുന്നത് പീക്ക് ടൈമിലാണ് വൈദ്യുതി. പീക്ക് ടൈമിൽ വാങ്ങുമ്പോഴേ നമ്മൾ ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങി ശേഷം സബ്സിഡിയോട് കൂടെ നമുക്ക് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ KSEB നമുക്ക് തരികയാണ്. അത്
അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതെങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പീക്ക് പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈകുന്നേരം 6 മണി മുതൽ 10:30 മണി വരെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തത് നമുക്കറിയാം ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ എല്ലാ വീട്ടിലും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അത്യാവശ്യമാണ്. എന്നാലും നമ്മൾ രാത്രി സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ വൈദ്യുതി വേണം. അപ്പോൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോഴേ കൂടുതൽ ബില്ലും വരും. അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ പീക്ക് ടൈമിൽ നമുക്കറിയാം, പീക്ക് ടൈമിലാണ് നമ്മൾ അന്യസംസ്ഥാനത്ത് നിന്ന് താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നത്. ഏകദേശം 6 മുതൽ 7.5 കോടി യൂണിറ്റാണ് നമ്മൾ ഒരു ദിവസം വാങ്ങുന്നത് പീക്ക് പീരീഡിൽ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ല കാലാവസ്ഥ ചേഞ്ച്, അതായത് ചൂടുള്ള സമയമാണ് വരുന്നത് അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻഡക്ഷൻ കുക്കർ വളരെ നന്നായി കൂടുതൽ വൈദ്യുതി നമുക്കറിയാം 1400 വാട്ട് ഒരു മിനിമം നമ്മളൊരു വെള്ളം ചൂടാവണമെങ്കിൽ 1400 വാട്ടിലേക്കാണ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് രാത്രി പീക്ക് ടൈമിൽ അതിൻ്റെ ഉപയോഗം കുറക്കാം. രണ്ടാമത്തത് ലൈറ്റിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ 60 വാട്ടിൻ്റെ സാധാരണ ബൾബ്, 14 വാട്ടിൻ്റെ CFL, 5 വാട്ടിൻ്റെ LED, ഇത് 3 ഒരേ വെളിച്ചം നമുക്ക് തരുന്നത്. അതുകൊണ്ട് 60 വാട്ടിൻ്റെ സാധാരണ ബൾബ് 1000 മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ. 14 വാട്ടിൻ്റെ CFLൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 10000 മണിക്കൂറാണ്. ദെൻ കമ്പനി പറയുന്നത് 5 വാട്ടിൻ്റെ LEDക്ക് 30,000 മുതൽ 50,000 മണിക്കൂർ വരെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ. മാത്രമല്ല നമ്മളിന്ന് വീട്ടിൽ നോക്കുകയാണെങ്കിൽ 60 വാട്ടിൻ്റെ 5 ബൾബ് 4 മണിക്കൂർ സമയം നമ്മളൊരു ദിവസം ഒരു 4 മണിക്കൂർ സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ദിവസം 1.2 യൂണിറ്റ് വൈദ്യുതി ചെലവാകുന്നത്. ഇതേ വെളിച്ചം തരുന്ന 5 വാട്ടിൻ്റെ 6 ബൾബ് 4 മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏകദേശം 0.1 യൂണിറ്റാണ് നമ്മൾക്ക് ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 60 വാട്ടിൻ്റെ സാധാരണ ബൾബ് ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 12 ദിവസം നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്രയും വൈദ്യുതി നമുക്ക് ലാഭിക്കാനേ കഴിയും. മറ്റൊന്ന് LED വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ആംഗിളാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിച്ചം തരുന്നത്, അതിൻ്റെ ഒരു വെളിച്ചം നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതിയാണ് 180 ഡിഗ്രി. അപ്പോൾ 180 എന്ന് നമുക്കറിയാം ഒരു ഹാഫ് സർക്കിൾ. അപ്പോൾ 160-170 ഡിഗ്രി അതാണ് അതിൻ്റെ ഒരു ആംഗിൾ പറയുന്നത്. അങ്ങനെയുള്ള LED വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ പറയുന്നത് 2500 കെൽവിന് മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമ്മൾ 100 രൂപ അല്ലെങ്കിൽ വില കുറഞ്ഞ LED വാങ്ങുമ്പോൾ ഈ ഒരു ആംഗിളും അല്ലെങ്കിൽ കളർ ടെമ്പറേച്ചറും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇത്തിരി പൈസ കൂടി കഴിഞ്ഞാലും നല്ലത് വാങ്ങുമ്പോൾ നമുക്ക് വൈദ്യുതി ലാഭിക്കാം. അതുമാത്രമല്ല അതിൻ്റെ കാലാവധിയും കൂട്ടി കിട്ടും. അത് മാത്രമല്ല വെളിച്ചവും, അത് പറഞ്ഞ് സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഒരു വെളിച്ചവും നമുക്ക് ലഭിക്കും. ഫാനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫാന് നമുക്കറിയാം 2000-2500 രൂപയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫാന് നമുക്കറിയാം 1500-2000 രൂപയ്ക്ക് ഫാന് ലഭിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 2ൻ്റെ ഒരു 20 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈദ്യുതിയുടെ യൂണിറ്റിൻ്റെ അനുസരിച്ച് അതിൻ്റെ വില കണക്കാക്കുകയാണെങ്കിൽ 12,000 രൂപ 20,000 രൂപ. നമുക്കറിയാം 2000-2500 രൂപയുടെ ഒരു ഫാൻ വാങ്ങുമ്പോൾ ഒരു 12,000 രൂപയാണ് 20 വർഷത്തേക്ക് അതിൻ്റെ ഒരു ആവറേജ് നമ്മൾ വൈദ്യുതിയുടെ യൂണിറ്റ് അനുസരിച്ചുള്ള അതിൻ്റെ വില. രണ്ടാമത്തത് ആ ഒരു 1500-2000 രൂപയുടെ ഒരു ഫാനാണെങ്കിൽ 20,000 രൂപയോളം അതിൽ വൈദ്യുതി യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെലവ് വരുന്നുള്ളതാണ്. അപ്പം നമ്മൾ ആലോചിക്കുക ഏത് വാങ്ങണം എന്നുള്ളത്. വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് ലോഡിന് പകരം ഫ്രണ്ട് ലോഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട് ലോഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെള്ളവും കുറവാണ്, വൈദ്യുതിയും കുറവാണ്. വൈദ്യുതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. കേരളത്തിലാകട്ടെ നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഏകദേശം 60% നമ്മൾ അന്യ സംസ്ഥാനത്തിൽ നിന്നും വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ താപവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തുകയും അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരും. കാലാവസ്ഥ വ്യതിയാനവും അതുമൂലം പ്രകൃതിക്ഷോഭത്തിനും ഇടയാക്കും. അതുകൊണ്ട് നാം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നീതിയുക്തമായും കാര്യക്ഷമമായും ഉപയോഗിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഒരു വീട്ടിൽ ഒരു ദിവസം 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കേരളത്തിൽ 85 ലക്ഷോളം വീടുകളിൽ ഇങ്ങനെ ഓരോ 0.1 യൂണിറ്റ് ലാഭിക്കുമ്പോഴും ഏകദേശം നമുക്കറിയാം ഇടുക്കിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് തന്നെ നമുക്ക് ലാഭിക്കാൻ കഴിയും. നമ്മൾ വാങ്ങുന്നത് പീക്ക് ടൈമിലാണ് വൈദ്യുതി. പീക്ക് ടൈമിൽ വാങ്ങുമ്പോൾ നമ്മൾ ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങി ശേഷം സബ്സിഡിയോട് കൂടെ നമുക്ക് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ KSEB നമുക്ക് തരികയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കി
ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നോൺ ടെലസ്കോപ്പിക്. ഇത് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും MT ബ്ലോഗിലേക്ക് വരും. നന്ദി, നമസ്കാരം.